ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിവിടെ ഇതിനെ തേട് മീൻ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ തേട്, കൂരി മീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ മീൻ വൃത്തിയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കുന്നതിനായിട്ടുള്ള സിമ്പിൾ ട്രിക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ദാണ്ടെ ഈ മേൽവശത്ത് കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഒരു വഴുവഴുപ്പാണ്. ഒരു ചുണ്ണാമ്പ് രൂപത്തിലാണ് ഇളകി വരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് നല്ല ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മീൻ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടുവെള്ളമല്ല, പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തോട്ട് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു നാരങ്ങയുടെ അര കഷ്ണം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ആ വെള്ളത്തിനകത്ത് ആ നീര്, നാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ആ മീൻ ഓരോന്നായിട്ട് എടുത്ത് ഞാൻ ഇതിനകത്ത് ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുകയാണ്. 4 മീനും ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നാരങ്ങയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കൊടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ ഒക്കെ ഞെവിടി അതിൻ്റെ നീരെടുത്തിട്ട് ആ നീരിൽ മുക്കി കുതിർത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ പുളി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകുന്നതായിരിക്കും. ഇത് നാരങ്ങ നീരായതുകൊണ്ട് കുഴപ്പമില്ല. ആ ഒരു 20 മിനിറ്റ് സമയമൊക്കെ ആയതിന് ശേഷം നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മീനിൻ്റെ മുള്ള് ദാണ്ടെ ഈ മുള്ള് കണ്ടോ, ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് നല്ല മൂർച്ചയുള്ള ഒരു കത്രിക, അതായത് നല്ല കട്ടിയുള്ള കത്രിക തന്നെ എടുക്കുക. പക്ഷെ കട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു കത്രിക തന്നെ വെച്ചിട്ട് നമുക്ക് ആ മുള്ള് ഭാഗമെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ദാണ്ടെ കാണിച്ചു തരാം. ഒരു പിച്ചാത്തി എടുത്തിട്ട് ഞാനത് 20 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം ചിരണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. നല്ലപോലെ ആ ഒരു തൊലി ഭാഗത്തുള്ള ആ ഒരു വഴുവഴുപ്പൊക്കെ നല്ലപോലെ ഇളകി വരുന്നതായിരിക്കും. പിച്ചാത്തിക്ക് പകരമായിട്ട് ഈ പാത്രം കഴുകുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചു കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് നോർമലായിട്ട് സാധാരണ രീതിയിൽ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത്. നല്ല അത്യാവശ്യം ബലം കൊടുത്തിട്ട് വേണം സ്ക്രബ്ബർ വെച്ചിട്ട് പിടിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നാരങ്ങനീരിൽ കുതിർത്തത് കൊണ്ട് തന്നെ വലുതായിട്ട് ബലമൊന്നും കൊടുക്കണ്ട. പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലതുപോലെ ഇളകി പോരുന്നതായിരിക്കും. അപ്പോൾ പണ്ടുള്ള അമ്മമാരൊക്കെ ഈ മീൻ വൃത്തിയാക്കാനായിട്ട് കല്ലിലൊക്കെ വെച്ച് ഉരച്ചിട്ടാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. അപ്പോൾ അതൊക്കെ വലിയ പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. നാരങ്ങാനീരോ പുളിയോ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റിന് ശേഷം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വൃത്തിയായി വരുന്നതായിരിക്കും. അതുപോലെ ഈ തലഭാഗത്തുള്ള ആ ഒരു വഴുവഴുപ്പൊക്കെ വരാനും വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. നമുക്ക് പിച്ചാത്തി കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം വാൽഭാഗം എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ്. ഇതിന് മുള്ള് നമ്മൾ നടക്കുന്ന ഭാഗത്തൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഭയങ്കര ഷാർപ്പാണ്. നമുക്ക് നടക്കുന്ന ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാലയിലൊക്കെ കൊണ്ട് കയറുന്നതായിരിക്കും. അതുപോലെ തന്നെ പൂച്ചകൾക്കൊക്കെ നമ്മൾ അത് ഇട്ട് കൊടുക്കരുത്. അത് ഭയങ്കര ഷാർപ്പാണ്. അവറ്റുങ്ങൾ കഴിക്കുന്ന സമയത്തും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒരു മറവായിട്ടുള്ള സ്ഥലത്തൊക്കെ വേണം മുള്ളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ ഈ വയറ് ഭാഗത്ത് ഞാൻ ഈ പിച്ചാത്തി കൊണ്ട് ദാണ്ടെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തുള്ള ആ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇതിന് മുട്ടയുണ്ടാവും. ചില മീന് ചില സമയത്ത് മുട്ടയുണ്ടാവും. ഇപ്പോൾ ഏട്ടമുട്ട എന്നൊക്കെയാണ് പറയുന്നത്. ഏട്ടാന്നും ഈ മീനിനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടമുട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മുട്ട ഇതുപോലെ കൂട്ടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടയാതെ എടുത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മുട്ടയ്ക്കൊരു ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പം നന്നായിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേണം കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട്. ഇനി നല്ല മാംസമുള്ള മീനാണ്. അതുപോലെ തന്നെ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ തല നമ്മൾ ഒരിക്കലും കളയരുത്. തലയിലാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ തലയിലകത്ത് ഒരു പൂ പോലെ, അതായത് ഈ ചെകിള എന്ന് പറയും, ഈ പൂ പോലെ ഉണ്ടാവും. അത് ഇതുപോലെ നമുക്ക് ഈ ചെകിള ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് അതിനകത്തുള്ള ആ പൂ പോലുള്ള അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വലിച്ചൂരി കൊടുക്കാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. വിരൽ അതിനകത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് കളയാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകിയെടുത്താലും മതി. അപ്പോൾ ഈ തലയിലാണ് നമുക്ക് ഈ മീനിൽ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ തല നമ്മൾ വെട്ടിക്കളയാതിരിക്കുക. ഒട്ടും ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാനായിട്ട് ആരും മറന്നു പോകരുതേ.
അപ്പോൾ ഇതുപോലെ ഈ തലഭാഗത്തുള്ള ഇതും കൂടെ നമുക്ക് ആ പിച്ചാത്തി കൊണ്ടിട്ട് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാനാണ് ഞാനിങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചു തരുന്നത്. അതിനുശേഷം നമുക്ക് എല്ലാ മീനും ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഇത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ലതുപോലെ ക്ലീനായി നല്ല പളപളാന്നായിട്ടുണ്ട്. ആദ്യം കണ്ടതിലും വെച്ചിട്ട് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നല്ലതുപോലെ 2-3 പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി ആ ഒരു വഴുവഴുപ്പൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഭാഗത്തും കട്ട് ചെയ്തെടുത്തതിന് ശേഷം കത്രിക കൊണ്ടിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഉടയാതെ ഏത് മീനാണെങ്കിലും തന്നെ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കറി വെക്കാനോ ഫ്രൈ ചെയ്യാനോ എന്തോന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. തലയൊക്കെ നല്ലതുപോലെ ഇവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്.